മക്കളെ ചോറ് റെഡിയായി. പാത്രം തരുവാ, പാത്രം ലൂക്കാപ്പി പാത്രം തരുവാ. ഓടിച്ചല്ലേ കുഞ്ഞു പോയി പാത്രം തരുവാ. ചെൽ കുഞ്ഞിന്റെ പാത്രം എടുത്തോണ്ടാ. ഓടിച്ചല്ലേ ഇങ്ങോട്ടോ. ഇല്ല പിന്നെ അമ്മയ്ക്ക് ആ സ്റ്റൂൾ കൊടുത്തോ വരാം. സ്റ്റൂൾ അമ്മയ്ക്ക് ഇരിക്കാൻ വയ്യ. സ്റ്റൂള് പെരക്കാത്ത സ്റ്റൂള്. എന്നാ കുഞ്ഞിന്റെ പാത്രം കൂടി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അവൻ എടുത്തോണ്ട് വരത്തില്ല. എന്നെ പൊന്നി ഇങ്ങോട്ടേക്കാ. കണ്ടോടാ നിനക്ക് പാത്രം അവൻ എടുത്തോണ്ട് തരണം അല്ലേ? നിനക്കൊന്നും നിനക്ക് നിന്റെ പാത്രം മോനെ സ്റ്റൂൾ എടുത്ത അടുക്കള സ്റ്റൂൾ എടുത്തോ. സ്റ്റൂള് ഇങ്ങോട്ട് വാ. വാ ഇവിടെ മോൻ ഇപ്പുറത്ത് വാ. മോനോട് വാ. മോൻ ഇവിടെ 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 മോൻ ഇവിടെ 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 അവിടെ സേ സേ ഇരിക്കവിടെ ഇരി. ലൂമി ഇവിടെ വാ. ഇവിടെ വാ. അതെല്ലാം കണ്ടിരിക്കുന്നേ പെണങ്ങിയിരിക്കുന്നേ. നിനക്ക് പാത്രം ഒന്നും എടുത്തോണ്ട് തരാൻ അറിയത്തില്ലേ? അത് അതുകൊണ്ട് ആദ്യം ലൂക്കായിട്ടാണ് കൊടുക്കുന്നത്. ചിക്കനും ചോറും കൂടി ഇട്ട് വേവിച്ചതാ. അവന് അപ്പു ഉണ്ട്. അവന് അപ്പൂന് ശകലം കൊടുക്കണമല്ലോ. നിന്റെ പാത്രം കൂടെ കുഞ്ഞെടുത്തോണ്ട് വരേണ്ട സ്ഥിതിയായില്ലേ? മോൻ എന്താ മോൻ്റെ ഈ പാത്രം എടുത്തോണ്ട് തരരുത്? മോൻ്റെ ചട്ടി വാങ്ങിച്ചു തരാവേ. ലൂക്ക അവനോട് കിടമട്ടെ. അവനോട് കിടമട്ടെ. ഇപ്പൊ തിന്നല്ലേ? അയ്യോ അപ്പൂന് കൊടുത്തില്ല അവനെ. ബാ ബാ ഓടി വാ. കഴിച്ചു. ബാ എന്നെ പിണങ്ങിയിരിക്കുന്നേ. അതെന്നെ പിണങ്ങിയിരിക്കുന്നേ. ബാ എന്നാ ഓടി വാ. ബാ മോനെ കഴിച്ചു. ഓടി വാ. കൊണ്ടു വാ. അതെന്നെ എന്ത് പിണങ്ങിയിരിക്കുന്നേ? ലൂക്ക തിന്നു പിന്നെ വിഷമിച്ചിരിക്കുന്നേ. ബാ എന്നെ കൊണ്ട് കഴിച്ചു. ഓടി കഴിച്ചു. രണ്ടുപേരും കഴിക്കാം. അമ്മ അപ്പൂന് ശലം കൊണ്ട് കൊടുത്തിട്ട് വേട്ടെ കേട്ടോ. വഴക്കുണ്ടാക്കല്ലേ. രണ്ടുപേരും കൂടെ കഴിക്കാം. അപ്പൂ അപ്പൂസ് വന്നു കഴിഞ്ഞു. അവിടെ നിൽക്കാം. അവിടെ നിൽക്കാം. അമ്മ എടുക്കട്ടെ. മൊത്തം എടുക്കട്ടെ.